പെരുന്നാൾ അവധിയുമായി ബന്ധപ്പെട്ട വിവാദത്തെക്കുറിച്ചാണ്. കലണ്ടർ അനുസരിച്ച് അത് നേരത്തെ വെള്ളിയാഴ്ചയായിരുന്നു നിശ്ചയിച്ചിരുന്നത്. പിന്നീട് മാസപ്പിറവി വന്നപ്പോൾ അത് ശനിയാഴ്ച വലിയ പെരുന്നാളായി പ്രഖ്യാപിച്ചു. അങ്ങനെ വെള്ളിയാഴ്ചയിലെ അവധി മാറ്റിക്കൊണ്ട് ശനിയാഴ്ച ഒരു ദിവസം അവധി നൽകാമെന്ന് സർക്കാർ തീരുമാനിച്ചു. പക്ഷേ അക്കാര്യത്തിൽ വലിയ പ്രതിഷേധമുയർന്നു. ആ പ്രതിഷേധത്തെ തുടർന്ന് ഇന്നലെ രാത്രി പൊടുന്നനെ അത് മാറ്റി പുനഃസ്ഥാപിക്കുകയും വെള്ളിയാഴ്ചയും അവധി നൽകുകയും 2 ദിവസം അവധി നൽകുകയും ചെയ്തു സർക്കാർ. അപ്പോൾ അത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ അതൊരു വലിയ രാഷ്ട്രീയ പ്രചാരണ വിഷയമായി ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. ഈ അവധി വെള്ളിയാഴ്ചയും നൽകണമെന്ന ആവശ്യം മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള സംഘടനകളാണ്, UDF ഘടകകക്ഷികളാണ് ഉന്നയിച്ചത് എന്നുള്ളത് കൊണ്ട് തന്നെ അതിനെ മറിച്ചു രാഷ്ട്രീയ ആയുധമാക്കി നിലനിർത്താനുള്ള ശ്രമം CPM അവിടെ നടത്തുന്നുണ്ട്. അപ്പോൾ ഈ പെരുന്നാൾ അവധിയുമായി ബന്ധപ്പെട്ട സർക്കാരിൻ്റെ നീക്കത്തെ, ഒടുവിലത്തെ യൂട്ടേണിനെ, ഇപ്പോൾ ഉയർന്ന പ്രതിഷേധങ്ങൾ എങ്ങനെ കാണണമെന്ന് കൂടി സംസാരിക്കുകയാണ്. ഔസാഹിബ് എങ്ങനെ കാണുന്നു ഇപ്പോഴത്തെ വിവാദം? ഈ പെരുന്നാൾ അവധിയുമായി ബന്ധപ്പെട്ട പ്രശ്നം പുതിയതല്ല സൈബ്. കുറേ കാലമായിട്ട്, കുറച്ച് വർഷങ്ങളായിട്ട് കേരളത്തിലുള്ളതാണ്. ഞാൻ ഇപ്പോൾ LP സ്കൂൾ പഠിക്കുന്ന കാലത്ത് കേട്ടൊരു മുദ്രാവാക്യമല്ല, ഒരു ട്രോളെന്ന് ഓരോന്ന് പറയുന്നത് എന്ന് വെച്ചാൽ, പായസം കുടിക്കാം 10 ദിവസം, കേക്ക് തിന്നാം 10 ദിവസം, ഇത്ര വലിയൊരു പോത്തിനെ തിന്നാൻ ഞങ്ങൾക്ക് എന്താ 1 ദിവസം. പിന്നെ ഞാൻ സ്കൂൾ പഠിക്കുമ്പോൾ കേട്ടാണ്. ഏതെങ്കിലും സംഘടന മുദ്രാവാക്യം വിളിച്ചല്ല, ഇങ്ങനെ ഉണ്ടല്ലോ ഈ വെടിവട്ടങ്ങളിലൊക്കെ ഇതൊരു ഒരു മുദ്രാവാക്യമായിട്ട് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പം പെരുന്നാളിന് അവധി വേണം, ഒന്നിലധികം അവധി വേണം, 2 ദിവസം അവധി വേണം, 3 ദിവസം അവധി വേണം എന്ന് പറയുന്ന ഡിമാൻഡ് കുറേ കാലമായിട്ടുണ്ട് കേരളത്തിൽ. 1979 ഓഗസ്റ്റിൽ ഡയറക്ടർ ഓഫ് കോളേജിയറ്റ് എഡ്യൂക്കേഷൻ അങ്ങനെ ഒരു സർക്കുലർ ഇറക്കിയിട്ടുണ്ട്. പെരുന്നാളിൻ്റെ തലേദിവസം, പെരുന്നാളിൻ്റെ തൊട്ടടുത്ത ദിവസം അവധിയായിരിക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പറഞ്ഞിട്ട്. അന്ന് CH മുഹമ്മദ് കോയായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി. ആ സർക്കുലറിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നും ഇൻഡിവിജ്വൽ കോളേജുകൾ അവധി കൊടുക്കുന്നുണ്ട്. സ്റ്റേറ്റ് ലെവലിൽ അങ്ങനെ തീരുമാനിച്ചിട്ടില്ലെങ്കിലും ഇൻഡിവിജ്വൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവധി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഇപ്പോൾ മുസ്ലിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ആഘോഷങ്ങളാണ് ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും. അതുപോലെ ജനറൽ എല്ലാവരും എൻഗേജ് ചെയ്യുന്നത്. പിന്നെയുള്ള മുസ്ലിം അവധി ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ പിന്നെ മുഹറമാണ്, നബിദിനാണ്. മുഹറത്തിന് കേരളത്തിൽ അവധി കൊടുത്തില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല. കാരണം വെച്ചാൽ ഷിയാക്കളാണ് ജനറലി മുഹറം ആചരിക്കുന്നത്. കേരളത്തിൽ നാസർക്കല്ലാത്ത വേറെ ആരും അങ്ങനെ ഉണ്ടാവില്ല. കേരളത്തിൽ മുഹറം അവധി എടുത്തു കളഞ്ഞാൽ അതൊരു വിഷയമാവില്ല. പിന്നെ നബിദിനത്തിന് അങ്ങനെ ഒരു ഡേ സ്പെസിഫിക് ആയിട്ടല്ല, കുടുംബങ്ങൾ ഒത്തുചേർന്ന് അങ്ങനെയുള്ളൊരു ആഘോഷമല്ല. മദ്രസകൾ കേന്ദ്രീകരിച്ച്, പള്ളികൾ കേന്ദ്രീകരിച്ചു. കാരണം അത് എനിക്ക് തോന്നുന്നു ആ റബീഉൽ അവ്വൽ മാസം മുഴുവനുണ്ടാവും, ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഡേയിലല്ല. അപ്പോൾ അതുകൊണ്ട് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ എല്ലാ നിലക്കും ഇൻവോൾവ് ചെയ്യുന്ന ആഘോഷം എന്ന് പറയുന്നത് ഇത് രണ്ടുമാണ്, ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളാണ്. അതാകട്ടെ ഭയങ്കര ഫാമിലി സെൻട്രിക്കാണ്. മാക്സിമം പോസിബിൾ എക്സ്റ്റെൻഡഡ് ഫാമിലി, അങ്ങനെയാണ്. കുടുംബങ്ങൾ എത്രത്തോളം ഒത്തുചേരാൻ പറ്റുമോ അത്രയും ഒത്തുചേർന്ന്, എത്രയും ദൂരത്തുള്ള ആളുകളും വന്നു ചേർന്ന്, ദൂരെ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് അവരൊക്കെ ലീവ് അതിനനുസരിച്ച് ക്രമീകരിച്ചിട്ടൊക്കെ വളരെ പ്രാധാന്യത്തോടു കൂടി കുടുംബങ്ങൾ ഒത്തുചേർന്ന് നടത്തുന്ന ആഘോഷമാണ് ചെറിയൊരു വലുതാണ്. അപ്പോൾ അതിന് 3 ദിവസം അല്ലെങ്കിൽ 2 ദിവസം അവധി ഉണ്ടാകുമ്പോഴാണ് അത് ആശ്വാസത്തോടെ നടത്താൻ പറ്റുക, പ്രത്യേകിച്ച് പഠിക്കുന്ന വിദ്യാർത്ഥികളുള്ള കുടുംബങ്ങളിൽ. അതുകൊണ്ട് ഈ ഡിമാൻഡ് കുറേ കാലമായിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും അതിനോട് പോസിറ്റീവായിട്ട് പ്രതികരിക്കാൻ സർക്കാരുകൾ സന്നദ്ധമായിട്ടില്ല. UDF സർക്കാർ സന്നദ്ധമായിട്ടില്ല, LDF സർക്കാർ സന്നദ്ധമായിട്ടില്ല. UDF സർക്കാരിൻ്റെ കാലത്ത് ചില 1-2 പെരുന്നാളുകൾക്ക് അങ്ങനെ 2 ദിവസം അവധി കൊടുത്തുകൊണ്ട് നോട്ടിഫിക്കേഷൻ ഇറങ്ങിയിട്ടുണ്ട്. അല്ലാതെ ജനറലായിട്ട് അങ്ങനെ തീരുമാനം ഉണ്ടായിട്ടില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമായിട്ട് ഈ കമ്മ്യൂണിറ്റിക്കകത്തുണ്ട്, കുറേ കാലമായിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അങ്ങനെ ഒരു ഡിമാൻഡ്, ഞങ്ങളുടെ ഈ ഡിമാൻഡ് ഈ സർക്കാരുകളൊന്നും പരിഗണിക്കുന്നേ ഇല്ല എന്ന വികാരം ഈ സമുദായത്തിലുണ്ടായിരിക്കുമ്പോഴാണ് ഉള്ള അവധി എടുത്തു കളഞ്ഞുകൊണ്ട് ഇന്നലെ ഉത്തരവിറങ്ങുന്നത്. അതിലുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇന്നാണ് സർക്കാർ കലണ്ടർ പ്രകാരം ഇന്നാണ് ഈ പെരുന്നാൾ വലിയ പെരുന്നാൾ അവധി ഉണ്ടായിരുന്നത്. പക്ഷേ വെള്ളിയാഴ്ചത്തെ അവധി ഇല്ല, അത് ശനിയാഴ്ചയിലേക്ക് മാറിയിരിക്കുകയാണ് എന്ന് എപ്പോഴാണ് പ്രഖ്യാപനം വരുന്നത്? വ്യാഴാഴ്ച തൊട്ട് തലേന്നാണ് പ്രഖ്യാപനം. ഇതൊരു തമാശന് ശനിയാഴ്ച അവധി കൊടുക്കുന്ന പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അന്ന് സാധാരണ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ല. അപ്പോൾ
ഈ വെള്ളിയാഴ്ച അവധി ഉണ്ട് എന്ന ധാരണയിൽ യാത്രകൾ ക്രമീകരിച്ച ആയിരക്കണക്കിന് ആളുകളുണ്ട്. ഇവർക്ക് വെള്ളിയാഴ്ച നിങ്ങൾക്ക് തരില്ല, നിങ്ങളങ്ങനെ അലമ്പായിക്കോളൂ എന്നുള്ളതാണ് സർക്കാരിൻ്റെ തീരുമാനമെങ്കിൽ നേരെ ഒരാഴ്ച മുമ്പ് ഈ തീരുമാനം എടുക്കാമായിരുന്നല്ലോ. കാരണം പെരുന്നാൾ വെള്ളിയാഴ്ചയല്ല ശനിയാഴ്ചയാണ് എന്നത് മാസപ്പിറവി പ്രകാരം തീരുമാനിച്ചത് എപ്പോഴാണ്? ഒരാഴ്ച മുമ്പ്, 10 ദിവസം മുമ്പ് തീരുമാനിച്ചതല്ലേ? ദുൽഹജ്ജ് 1 തീരുമാനിച്ചതല്ലേ? അപ്പോൾ അങ്ങനെ ഇരിക്കെ അത് സർക്കാരിന് അത് വെള്ളിയാഴ്ചത്തെ അവധി മാറ്റണമെന്ന് എന്നാണ് സർക്കാരിൻ്റെ തീരുമാനമെങ്കിൽ ഒരാഴ്ച മുമ്പ് തീരുമാനിക്കാമായിരുന്നു. അങ്ങനെ തീരുമാനിക്കാതെ തൊട്ട് തലേന്ന് ഇതേ വെള്ളിയാഴ്ച അവധിയില്ല എന്ന് പ്രഖ്യാപിക്കുന്നത് ശരിക്കും കൊഞ്ഞനം കുത്തലാണ്. ഒരു ജനതയോടുള്ള പരിഹാസമാണ്, അവഹേളനമാണ്, അനീതിയാണ്, അക്രമമാണ്. അത് ചെയ്യാൻ പാടില്ലായിരുന്നു. അതുകൊണ്ട് നോക്കണം, 2 ദിവസത്തെ അവധി വേണം അല്ലെങ്കിൽ 3 ദിവസത്തെ അവധി വേണമെന്ന് ദീർഘകാലമായി ഡിമാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിന് മുമ്പാകെയാണ് അവയെ പരിഹസിച്ചുകൊണ്ട് ഇങ്ങനൊരു തീരുമാനം എടുക്കുന്നത്. നമുക്ക് ഈ തീരുമാനം ഒരാഴ്ച മുമ്പാണ് എടുത്ത് ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ല. തൊട്ട് തലേന്നാണ് ഇങ്ങനൊരു പരിപാടി നടത്തുന്നത്. അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. ഇത് കേരളീയ സമൂഹത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ടുള്ള ഒരു ജനത, അവർ ഏറ്റവും പ്രധാനമായി കാണുന്ന ഒരു ആഘോഷത്തോട് ഇത്രയും അവഹേളനപരമായൊരു ഭരണകൂടം സമീപിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ മോശമാണത്, വളരെ മോശമാണത്. അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. അപ്പോൾ അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നത്? അങ്ങനെ ചെയ്യുന്ന പിണറായി വിജയന് ഭയങ്കരമായ മുസ്ലിം ആയതുകൊണ്ട്, അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ മുസ്ലിം വിരുദ്ധ സമീപനത്തിൻ്റെ തുടർച്ചയിൽ അങ്ങനെയൊന്നുമല്ല. അത് ഇൻസെൻസിറ്റീവാണെന്നുള്ളതാണ്. ഈ സമൂഹത്തിൻ്റെ സെൻസിറ്റിവിറ്റീസ് എന്താണ്? അത് ഈ ഒരു ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്വം എന്താണ്? അവിടെ വസിക്കുന്ന ജനങ്ങളുടെ സെൻസിറ്റിവിറ്റീസ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അവിടെയുള്ള ജനങ്ങളുടെ, സമൂഹങ്ങളുടെ, സമുദായങ്ങളുടെ, ജാതികളുടെ, സാമൂഹ്യ വിഭാഗങ്ങളുടെ, ഭൂമിശാസ്ത്ര വിഭാഗങ്ങളുടെ, ഭാഷാ വിഭാഗങ്ങളുടെ, ഇവരുടെയെല്ലാം സെൻസിറ്റിവിറ്റീസ് എന്താണ്? അവരുടെ പരിഗണനകൾ എന്താണ്? അവരുടെ ഫ്ലേവേഴ്സ് എന്താണ്? പ്രയോറിറ്റീസ് എന്താണ്? അത് മനസ്സിലാക്കി അതിനോട് പോസിറ്റീവായിട്ട് എൻഗേജ് ചെയ്യുക എന്നുള്ളതാണ് ഏതൊരു ഭരണകൂടവും ചെയ്യേണ്ട പ്രാഥമികമായ കാര്യം എന്ന് പറയുന്നത്. പക്ഷെ മുസ്ലിങ്ങളുടെ കാര്യത്തിൽ അത് ഒരിക്കലും സംഭവിക്കാറില്ല. വെച്ചാൽ എന്താണ് അവരുടെ ആഘോഷങ്ങൾ എന്ന് പോലും മനസ്സിലാകാത്തവരാണ്. ഇന്നലെ മന്ത്രി ബിന്ദു നാളെ അവധിയായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഫേസ്ബുക്കിൽ കുറിപ്പിട്ടു. അപ്പോൾ ഒരാൾ ചോദിക്കുകയാണ്, ഇതെന്തിനാണ് ഇത്ര വൈകിയത്? അപ്പോൾ അവർ ചോദിക്കുന്നത്, വൈകിയത് കൊണ്ട് എന്താണ് പ്രശ്നം എന്നാണ്. ഒന്നാമത് ബലിപെരുന്നാൾ എന്താണ്, പള്ളിപ്പെരുന്നാൾ എന്താണ് തിരിച്ചറിയാൻ പറ്റാത്ത ഒരാളാണ് ഈ മന്ത്രിയായിട്ടിരിക്കുന്നത്. വേറൊരു പ്രശ്നം, കാരണം ഈ സെൻസിറ്റിവിറ്റീസ് മനസ്സിലാക്കാതെ പെരുമാറുക എന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. എന്തിനാണ് അവരത് ചെയ്യുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞ ഈ ചെറിയ പെരുന്നാളിന് എനിക്ക് തന്നെ പലപ്പോഴും ഇപ്പോഴും ഈ റംസാൻ ആശംസകൾ എന്ന് പറഞ്ഞിട്ട് കാർഡുകൾ വരും, മെസ്സേജ് വരും. ഒന്ന് ആലോചിക്കുക, എന്തൊരു മണ്ടത്തരാണ് ചെയ്യുന്നത്. വളരെ ഉത്തരവാദപ്പെട്ട ആളുകളുടെ IAS നിലവാരത്തിലുള്ള ആളുകളൊക്കെ അങ്ങനെ മെസ്സേജ് അയക്കാറുണ്ട്. റമളാൻ എന്ന് പറയുന്ന മാസം കഴിഞ്ഞ് ആ മാസത്തിലെ നോമ്പും പരിപാടികളൊക്കെ അവസാനിച്ച് വേറൊരു മാസത്തിലേക്ക് പ്രവേശിച്ച് ആ മാസത്തിൻ്റെ 1-ാം തീയതിയാണ് പെരുന്നാൾ. അപ്പോഴാണ് മെസ്സേജ് വരിക, റംസാൻ ആശംസകൾ. എന്തുകൊണ്ടാണ് അങ്ങനെ മെസ്സേജ് അയക്കുന്നത്? നോക്കൂ, തൊട്ടപ്പുറത്തിരിക്കുന്ന അവൻ്റെ ആഘോഷങ്ങൾ എന്താണ്, അവൻ്റെ വാക്കുകൾ എന്താണ്, അവൻ പ്രയോഗിക്കുന്ന പ്രയോഗങ്ങൾ എന്താണ്, അവൻ്റെ ആഘോഷത്തിൻ്റെ പേരെന്താണ്, അതുപോലും മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ എന്തോ ആയിക്കോട്ടെ. ഇതാണ് ഇൻസെൻസിറ്റീവ് ആവുക എന്ന് പറയുന്നത്. ഇതൊരു ഭരണകൂടത്തിൻ്റെ സ്വഭാവമായി കഴിഞ്ഞാൽ അത് വലിയ ദുരന്തമാണ്. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഇന്നലെ കണ്ടത്. അല്ലാതെ പിണറായി വിജയൻ്റെ മുസ്ലിം വിരുദ്ധതയുടെ ഭാഗമായിട്ടല്ല, ഇൻസെൻസിറ്റീവാണ്. പിന്നുള്ളത് മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വിവാദമായിക്കോട്ടെ എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ടാകും. അവരുടെ ആഘോഷമാണെങ്കിലും അവരുടെ അവധിയാണെങ്കിലും അവരുടെ പ്രണയമാണെങ്കിലും അവരുടെ വിവാഹമാണെങ്കിലും സർവ്വത വിവാദമായിക്കോട്ടെ, അങ്ങനെ വിചാരിക്കുന്നൊരു കൂട്ടർ ഇവിടെ ഉണ്ട്. ഇത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ മോശമായിട്ടുള്ളൊരു പ്രതിച്ഛയാണ് ഉണ്ടാക്കിയുള്ളത്. നോക്കൂ, വെള്ളിയാഴ്ചത്തെ അവധി ഇപ്പം അക്കാഡമിക്കായ എന്തോ ഒരു കമ്പലിങ് സിറ്റുവേഷൻ ഉണ്ട്, വെള്ളിയാഴ്ചത്തെ അവധി നമുക്ക് വേണ്ട എന്നൊരു അക്കാഡമിക്കായ ഇതിൻ്റെ ഒരു തീരുമാനമാണെങ്കിൽ ഒരാഴ്ച മുമ്പ് എടുക്കാമായിരുന്നു. അത് ചെയ്യാതെ വ്യാഴാഴ്ച അവധി പിൻവലിക്കുന്നു, വ്യാഴാഴ്ച രാത്രി വീണ്ടും അവധി റീഇൻസ്റ്റേറ്റ് ചെയ്യുന്നു. ഇതൊക്കെ എന്താണ് ചെയ്യുന്നത്? ആളുകളെ പൊട്ടനാക്കുകയല്ലേ ചെയ്യുന്നത്? എനിക്ക് തോന്നുന്നു ഈ വിഷയത്തിൽ ഈ ഒരു സന്ദർഭം മുൻനിർത്തി ഈ കാലങ്ങളായി ഇവിടെ ഇരിക്കുന്നൊരു ആവശ്യമുണ്ട്. ഒന്ന് സ്വസ്ഥമായിട്ട് പെരുന്നാൾ ആഘോഷിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാകണം. അതിന് അനുസൃതമായ അവധികൾ ക്രമീകരിക്കണം എന്നൊരു ആവശ്യമുണ്ട്. അതിനോട് പോസിറ്റീവായിട്ട് പ്രതികരിക്കാൻ ഭരണകൂടം ഈ ഒരു അവസരത്തിലെങ്കിലും സന്നദ്ധമാണെന്നാണ് ഞാൻ പറയാം.
അജിംസ്, ശ്രദ്ധക്കുറവായിരിക്കോ? ഇനിയിപ്പോൾ ആണെങ്കിൽ തന്നെ എത്ര വലിയൊരു അവഹേളനമാണിത്? സർക്കാരിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ചിന്തിച്ച് നോക്കുക. സർക്കാർ ഒരു കലണ്ടർ തയ്യാറാക്കുന്നു, ഒരു ദിവസം അവധി വയ്ക്കുന്നു. ഇപ്പോൾ ചെറിയ പെരുന്നാളിനാണ്, വലിയ പെരുന്നാളിന് അവധി വയ്ക്കുന്നു. അപ്പോൾ മുസ്ലിം ആഘോഷങ്ങളിലൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ രണ്ട് കാര്യങ്ങളും എന്താണ്, ചന്ദ്രകല കാണണം. സർക്കാർ തീരുമാനിച്ചുകൊണ്ട് കാര്യമില്ല, മുസ്ലിങ്ങളത് ആഘോഷിക്കുന്നത് ചന്ദ്രകല കാണണം. അപ്പോൾ ചന്ദ്രകല കണ്ടു കഴിഞ്ഞാൽ അതെപ്പോൾ കാണുമെന്ന് അറിയില്ല. കലണ്ടർ തയ്യാറാക്കാൻ പറ്റില്ല, നിങ്ങൾ എപ്പോൾ ചന്ദ്രകല കാണും എന്നുള്ളത് നേരത്തെ പറയാൻ കഴിയില്ല. ഈ സംഭവത്തിൽ തൊട്ട് തലയാഴ്ചയാണ് ചന്ദ്രകല കണ്ടത്. ഈ ചന്ദ്രക്കല കണ്ടു കഴിഞ്ഞു, അത് പ്രഖ്യാപിച്ചു, ശനിയാഴ്ചയായിരിക്കും പെരുന്നാളെന്ന് പ്രഖ്യാപിച്ചു. അപ്പോൾ ഈ പ്രഖ്യാപിക്കുന്ന ആളുകൾക്കൊരു ധാരണ ഉണ്ടാവില്ലേ, ഞങ്ങളുടെ സമുദായത്തിൽ കുറേ അധികം വിദ്യാർത്ഥികൾ പുറത്ത് പഠിക്കുന്നുണ്ട്, സർക്കാർ എങ്ങനെയായിരിക്കും ഈ അവധി കൺട്രോൾ ചെയ്യാമെന്ന് ഇവരാലോചിക്കില്ലേ പ്രഖ്യാപിക്കുന്ന ആളുകൾ, മുസ്ലിം സമുദായ നേതാക്കൾ. അവരാണല്ലോ പെരുന്നാൾ പ്രഖ്യാപിക്കുന്നത്. സർക്കാർ എന്തായിരിക്കും അതിൽ എടുക്കുന്ന തീരുമാനം? ഞങ്ങളുടെ കുട്ടികളൊക്കെ പുറത്ത് പഠിക്കുന്നുണ്ടല്ലോ, അവർ വന്ന് പെരുന്നാൾ ആഘോഷിക്കുമോ ഇല്ലേ? ഇവിടെ ഒരു വലിയ രാഷ്ട്രീയ പാർട്ടിയുണ്ടല്ലോ മുസ്ലിം ലീഗ്, അവർക്കൊരു ഉത്തരവാദിത്വമില്ലേ? ഇനി മുസ്ലിം സമുദായത്തിൽപ്പെട്ട 2 മന്ത്രിമാരുണ്ടല്ലോ ഈ മന്ത്രിസഭയിൽ, അവർ ചിന്തിക്കില്ല, അവരുടെ മക്കളൊക്കെ പഠിക്കുന്നുണ്ടാവില്ല പുറത്ത്, അവർ സർക്കാരുമായിട്ട് ഇങ്ങനെ ചർച്ച ചെയ്യില്ലേ, ഇങ്ങനെ ഇതെങ്ങനെയാണ് ഈ ചർച്ച നടക്കണ്ടേ? ഈ തൊട്ട് തലേന്ന് പ്രഖ്യാപിക്കാനുള്ള കാരണം എന്താണ്? ഇതാരും ശ്രദ്ധിക്കുന്നില്ല. ഈ പെരുന്നാൾ ചന്ദ്രകല കാണുന്ന മുസ്ലിം സമുദായ നേതാക്കൾ ഇതിനെക്കുറിച്ച് വറീഡല്ല, ഈ രാഷ്ട്രീയ പാർട്ടികൾ ഇതിനെക്കുറിച്ച് വറീഡല്ല, ഈ സമുദായ നേതാക്കൾ വറീഡല്ല, ഈ മന്ത്രിസഭയിലുള്ള മുസ്ലിം പ്രതിനിധികൾ അതിനെക്കുറിച്ച് വറീഡല്ല. ഇത് ആരെയാണ് കുറ്റപ്പെടുത്തുന്നത്? ഇതിപ്പോൾ പിണറായി വിജയൻ ഭരിക്കും മാത്രം സംഭവിക്കുന്നതല്ല, കോൺഗ്രസ് ഭരിച്ചാലും വേറെ ആര് ഭരിച്ചാലും ഇതൊക്കെ തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ കുറ്റപ്പെടുന്ന ആരെയാണ്? സർക്കാരിനെയാണ് കുറ്റപ്പെടുന്നത്. സർക്കാർ തലേദിവസം എന്തുകൊണ്ട് സർക്കാരിന് ഇത് ഓർമ്മിപ്പിക്കേണ്ട ബാധ്യത ആരെയാണ്? ഇനി ഇതിനൊരു സിസ്റ്റം ഉണ്ടാക്കണം എന്ന് തോന്നണ്ടേ? ഇതിപ്പോൾ എല്ലാ വർഷവും ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത്, ഇതിനൊരു സിസ്റ്റം വേണം എന്ന് ആർക്കാ ആദ്യം തോന്നുന്നത്? ഈ ചന്ദ്രക്കല കണ്ടാൽ മാത്രമേ കലണ്ടറിൽ ഈ സാധനം വരൂ. അത് ഈ ചന്ദ്രക്കല കാണുക എന്നുള്ളൊരു മുസ്ലിം മതാചാരമാണോ? ഇപ്പോൾ ഒരു ആരാധന എടുക്കാൻ, നോമ്പെടുക്കാൻ, പെരുന്നാൾ ആഘോഷിക്കാൻ അതിന് ചന്ദ്രക്കല കാണൽ മസ്റ്റാണ്. അത് ഈ നോമ്പിൻ്റെയോ പെരുന്നാൾ ആഘോഷത്തിൻ്റെയോ ഭാഗമാണോ? അങ്ങനെ ചിന്തിക്കാമല്ലോ. ഒരു വ്യവസ്ഥാപിത രീതി ഉണ്ടാക്കിക്കൂടെ? അങ്ങനെയൊക്കെ ചിന്തിക്കാമല്ലോ. ഇനി ഇതെന്നത്തേക്ക് നമുക്കിത് അറിയാൻ പറ്റും? അതറിഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ കലണ്ടറിൽ ഇത് അവധിയായിട്ട് എങ്ങനെ കൊണ്ടുവരാൻ പറ്റും? അതിനൊരു സ്ഥിരം സംവിധാനം എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും? ഇതൊക്കെ ആരാ ആദ്യം ചിന്തിക്കേണ്ടത്? അത് മുസ്ലിം സമുദായ നേതൃത്വമാണ് ചിന്തിക്കേണ്ടത്. എല്ലാത്തിനും സർക്കാരും അങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ നമ്മുടെ ഭരണകൂടം ഇങ്ങനെ അവഗണനയാണ്. ഈ കാര്യത്തിൽ ഈ മുസ്ലിം സമുദായ നേതാക്കളുടെ ഉത്തരവാദിത്തം അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് ഞാൻ ചോദിക്കുന്നത്. അവർക്ക് അവരുടെ മക്കളും അവരുടെ അയൽവാസികളൊക്കെ വരേണ്ടതല്ലേ? ഇത് സ്ഥിരമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തിൻ്റെ റെക്ടിഫിക്കേഷൻ പ്രോസസ് ആദ്യം നടക്കേണ്ടത് ഈ സമുദായത്തിനകത്ത് തന്നെയാണ്. ഇതിനൊരു വ്യവസ്ഥയും വെള്ളിയാഴ്ചയും വേണം. അത്രേ ഉള്ളൂ. അങ്ങനെ ഒന്നും ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഭരണകൂടം അത് ഫോളോ ചെയ്തോളും, എല്ലാ സർക്കാരുകളും അത് ഫോളോ ചെയ്തോളും. ഇപ്പോൾ 3 ദിവസം അവധി വേണമെന്ന് പറഞ്ഞു. ഇപ്പോൾ സർക്കാർ വെള്ളിയാഴ്ച അവധി കിട്ടും, ചന്ദ്രക്കല കാണുന്നത് വ്യാഴാഴ്ചയാണ് പെരുന്നാളെന്നാണെങ്കിൽ അത് പിന്നെയും കൈവശമാവുകയാണ്. 3 ദിവസം അവധി കൊടുക്കുന്നപ്പോൾ സർക്കാർ വെള്ളിയാഴ്ച അവധി കിട്ടു, വ്യാഴവും വെള്ളിയും ശനിയും അവധിയാക്കി. ഇനി വ്യാഴാഴ്ചയാണ് പെരുന്നാൾ വരുന്നെങ്കിലോ അത് വീണ്ടും കൈവശമാവുമല്ലേ? അല്ലെങ്കിൽ ശനിയാഴ്ചയാണ് വരുന്നത്, അപ്പോൾ ഞായറാഴ്ച അവധിയുണ്ട്, അത് ഓൾറെഡി അവധിയാണ്, അതല്ലാതെ തിങ്കളാഴ്ച അവധി വേണമെന്നുള്ള ക്ലെയിം വരും. ഇങ്ങനെയുള്ള കുറേ അധികം പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? ഈ തർക്കങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ആ തർക്കങ്ങൾ ഒഴിവാക്കാനുള്ള ഇതിനൊരു വ്യവസ്ഥാപിതത്തിലുള്ള ശ്രമം മുസ്ലിം സമുദായത്തിനകത്തുണ്ടാവണം. ആദ്യം സ്വയം നന്നായിട്ട് വേണം നമ്മൾ ഈ സിസ്റ്റം നന്നാക്കാൻ. ഈ സിസ്റ്റം നന്നാക്കാനുള്ള ഉത്തരവാദിത്വം സമുദായത്തിന് തന്നെയാണ്. അവരെന്ത് ചെയ്യുന്നു എന്നുള്ള ചോദ്യം വളരെ പ്രധാനമാണ്. ശരി.